നമുക്ക് അടിപൊളി ഒരു ചെമ്പല്ലിക്കറി ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാവേ. അതിനുശേഷം നമുക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. അതിൻ്റെ ഒരു പച്ചമണം മാറി വന്നിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. നമുക്കത് ഇതിലേക്ക് ആഡ് ചെയ്യാവേ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിവിടെ 2 തോട്ടുപുളി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാവേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെക്കാം. അത് തിളച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവേ. ഇതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് പിന്നെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചേക്കുന്ന ചെമ്പല്ലി ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അത് അടച്ച് വെക്കുക. അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അടപ്പ് തുറന്നിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ആ മീനൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ ഉപ്പൊന്ന് നോക്കാവേ. നമുക്ക് ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചാറൊന്ന് പറ്റിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.